ഇന്ത്യയിൽ നിന്നും ഭൂട്ടാനിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന കാലം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും. അതിനായി അതിർത്തി കടന്നുള്ള റെയിൽപാത വികസനങ്ങൾക്കായി 4000 കോടിയുടെ നിക്ഷേപ പദ്ധതിക്ക് ഇന്ത്യയും ഭൂട്ടാനും അംഗീകാരം നൽകി. ഇന്ത്യയുമായി മറ്റു രാജ്യങ്ങൾ കൂടുതൽ അടുക്കുന്നതിന്റെയും ഇന്ത്യയുമായി ബന്ധങ്ങൾ ദൃഢമാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൈകൊടുത്ത് ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുകയാണ് നേതാക്കൾ. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയുമായി ഭൂട്ടാൻ കൂടുതൽ അടുക്കുന്നത്. ഇന്ത്യയിലെ അസമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ഭൂട്ടാനിലേക്ക് കണക്ടിവിറ്റി നൽകുന്ന 2 റെയിൽ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയും ഭൂട്ടാനും 2 പ്രധാന ക്രോസ് ബോർഡർ റെയിൽവേ പദ്ധതികൾ ആരംഭിച്ചതായി തിങ്കളാഴ്ച നടന്ന പ്രത്യേക പത്രസമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് പ്രഖ്യാപിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ റെയിൽ കണക്ടിവിറ്റിയാണിത്. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിലെ ഒരു നാഴികക്കല്ലായി ഇനി ഈ റെയിൽപാത മാറുന്നതായിരിക്കും. ഇന്ത്യക്കും ഭൂട്ടാനും ഇടയിലുള്ള ചരക്ക് നീക്കം കൂടി മെച്ചപ്പെടുത്താൻ പുതിയ റെയിൽ ശൃംഖല ലക്ഷ്യമിടുന്നു. ഭൂട്ടാന്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഇന്ന് ന്യൂഡൽഹിയിൽ വെച്ച് ഈ പദ്ധതികൾക്കായുള്ള ധാരണാപത്രം ഔദ്യോഗികമായി ഒപ്പുവെച്ചത്. ആസാമിനെ ഭൂട്ടാനുമായി ബന്ധിപ്പിക്കുന്ന കൊക്രാജാർ മുതൽ ഗെലഫു വരെയുള്ള ഒരു പാതയും പശ്ചിമ ബംഗാളിനെ ഭൂട്ടാനുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ബനാർഹട്ട് മുതൽ ഭൂട്ടാനിലെ സാംചെ വരെയുള്ള മറ്റൊരു പാതയുമാണ് ഈ ക്രോസ് ബോർഡർ റെയിൽ പദ്ധതിയിലുള്ളത്. ഇന്ത്യയും ഭൂട്ടാനും എല്ലാ തലങ്ങളിലുമുള്ള വിശ്വാസം, സൗഹാർദ്ദം, പരസ്പര ധാരണ എന്നിവയിൽ അധിഷ്ഠിതമായ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും മാതൃകാപരമായ ബന്ധങ്ങൾ ആസ്വദിക്കുന്നു. പ്രധാനമന്ത്രി ഷെറിംഗ് ടോഗ്ബെയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിവ് ഉന്നതതല വിനിമയങ്ങളുടെ പാരമ്പര്യത്തിനനുസൃതമായിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പിന്റെ ഉദ്ഘാടന നേതൃത്വ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായി ഫെബ്രുവരി 20-21 വരെ മിസ്റ്റർ ടോബ്ഗെ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നു. സന്ദർശന വേളയിൽ മിസ്റ്റർ ടോബ്ഗെ മിസ്റ്റർ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയും ചെയ്തിരുന്നു. റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ്, പാർലമെന്ററി കാര്യ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു, വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ, ഇന്ത്യ ഗവൺമെന്റിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഭൂട്ടാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എല്ലാ തലങ്ങളിലും വിശ്വാസം, സൗഹാർദ്ദം, പരസ്പര ധാരണ എന്നിവയിൽ അധിഷ്ഠിതമായ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും മാതൃകാപരമായ ബന്ധങ്ങൾ ഇന്ത്യയും ഭൂട്ടാനും ആസ്വദിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള പതിവ് ഉന്നതതല വിനിമയങ്ങളുടെ പാരമ്പര്യത്തിനനുസൃതമായാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇത് പ്രത്യേക പങ്കാളിത്തത്തിന്റെ മുഖമുദ്രയാണെന്നും അത് കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിൽ നടന്ന സോൾ കോൺക്ലേവിൽ നടത്തിയ മുഖ്യ പ്രഭാഷണത്തിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി മോദിയെ തന്റെ ജ്യേഷ്ഠനെന്നും ഉപദേഷ്ടാവെന്നും വിശേഷിപ്പിച്ചു. അയൽരാജ്യത്ത് പൊതുസേവനം പരിവർത്തനം ചെയ്യുന്നതിൽ സംഭാവന നൽകാൻ സഹായിക്കുന്നതിന് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം തേടി. ടോബ്ഗെ ഹിന്ദി വളരെ ഉദാരമായി ഉപയോഗിച്ചതിന് സദസ്സിൽ നിന്ന് കരഘോഷവും ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഒരു സംശയവുമില്ലാതെ എപ്പോഴും എന്നെ നയിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾ കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.